ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെലിറ്റൽ മസിലിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽ അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ടു ബോൺസ് ആണ്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഈ മസിൽ എന്ന് പറയുന്നത് ഒരു സ്കെലിറ്റൽ മസിലാണ്, നമ്മുടെ ബൈസെപ്സ്. അതാണ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു കാണുന്ന ഒരു മസിലാണ് ബൈസെപ്സ് എന്ന് പറയുന്നത്. ഈ ബൈസെപ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു ബോണിലേക്കാണ്. ഈ ബോണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടല്ല, ഒരിക്കലും ഒരേ ബോണിന്റെ രണ്ട് അറ്റത്തേക്കല്ല മസിൽസ് അറ്റാച്ച് ചെയ്യുക. ഞാൻ ചിത്രം വരയ്ക്കാൻ വേണ്ടി മാത്രം ഒന്ന് മാറ്റി വരച്ചോന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബൈസെപ്സ് എല്ലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇരിക്കുന്ന ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ടെൻഡൻ ആണ്. അപ്പൊ ടെൻഡൻസ് ആണ് മസിൽസിനെ ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇനി ഈ ഒരു ബൈസെപ്സ് എന്ന് പറഞ്ഞ മസിൽസിനെ ഈ നടുഭാഗത്തായിട്ട്, അതായത് മധ്യഭാഗത്തിലൂടെ ഇതുപോലെ കട്ട് ചെയ്യാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാളുടെ ബൈസെപ്സ് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയഗ്രാമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഏതൊരു സ്കെലിറ്റൽ മസിലിനെയും നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ബണ്ടിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ബണ്ടിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ മസിൽ ബണ്ടിൽസ് എന്ന് പറയുക. എന്താ ഇതിന്റെ പേര്? ഈ ബണ്ടിൽസിനെയാണ് നമ്മൾ മസിൽ ബണ്ടിൽ എന്ന് പറയാ. മസിൽ ബണ്ടിൽസ് എന്ന് നമ്മൾ പറയും, മസിൽ ബണ്ടിൽസ്. ഈ മസിൽ ബണ്ടിലിന്റെ, ബണ്ടിൽ എന്ന് പറയുന്ന ഈ ടേമിന്റെ മറ്റൊരു പേരാണ് ഫാസിക്കിൾ. അപ്പൊ ഇയാളുടെ വേറൊരു പേരെന്താ? മസിൽ ബണ്ടിൽ അല്ലെങ്കിൽ മസിൽ ഫാസിക്കിൾ. അപ്പൊ എന്താ ഫാസിക്കിൾ എന്ന് പറഞ്ഞാല്? ഫാസിക്കിൾ എന്ന് പറഞ്ഞാല് സിംപ്ലി ബണ്ടിൽ എന്നാണ് അർത്ഥം. സോ ബണ്ടിൽ ഈസ് നത്തിങ് ബട്ട് ഫാസിക്കിൾസ്, അല്ലെ? ഫാസിക്കിൾ എന്ന് പറയുന്നത് ബണ്ടിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നോക്ക്. അപ്പൊ ഒരു സ്കെലിറ്റൽ മസിൽ നമ്മൾ മുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബണ്ടിൽസ് കാണും നമ്മൾ പറഞ്ഞില്ലേ. അതിന്റെ അകത്തു നിന്നുള്ള ഒരു ബണ്ടില് ഞാൻ എന്താ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഞാനിപ്പോ എന്താ പുറത്തേക്ക് എടുത്തത്? ഞാനിപ്പോ പുറത്തേക്ക് എടുത്തത് ഒരു മസിൽ ഫാസിക്കിൾ ആണ്, അഥവാ ഒരു മസിൽ ബണ്ടിലാണ്. ഓക്കെ, ഇനി ആ മസിൽ ബണ്ടിൽ, ഇപ്പൊ ഈ കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? മസിൽ ബണ്ടിലാണ്. ഈ മസിൽ ബണ്ടിലിന്റെ അകത്ത് ഞാൻ നോക്കുന്ന സമയത്ത് വേറെയും ഒരുപാട് ബണ്ടിലായിട്ടുള്ള സ്ട്രക്ചർ കണ്ടോ? ആ ബണ്ടിലിന്റെ പേരാണ് ഒരു മസിൽ ഫൈബർ. അപ്പൊ ഈ ഒരു ബണ്ടിൽ എന്ന് പറയുന്നത് എന്താ? അതാണ് ഒരു മസിൽ സെല്ല് അല്ലെങ്കിൽ മസിൽ ഫൈബർ എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഒരു സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനത്തെ ഒരു ഒറ്റ സെല്ല്, ഈ ഒരു പെൻസിൽ പോലെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഒരു മസിലിന്റെ ഒരു സെല്ല്. ആ ഒരു മസിലിന്റെ സെല്ലാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ ബണ്ടിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സെല്ലുകളാണ്. ഒരു ബണ്ടിലിനെ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ സെല്ല് ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള സെല്ലാണ്. ആ സിംഗിൾ സെല്ലിന്റെ പേരാണ് മസിൽ സെല്ല് അല്ലെങ്കിൽ മസിൽ ഫൈബർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നോക്കി, ഈ ഇലോങ്ങേറ്റഡ് എന്ന് പറയുമ്പം എത്ര നീളമാണ് ഈ മസിൽ ഉണ്ടാവുക? ഈ ഒരു മസിൽ സെല്ല് എന്ന് പറയുന്നത് ഇതൊരു ഇൻഡിവിജ്വൽ സെല്ലല്ലേടാ. ആ ഇൻഡിവിജ്വൽ സെല്ലിന്റെ നീളം ഇലോങ്ങേറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഏറ്റവും മാക്സിമം നീളമുള്ള മസിലിന്റെ നീളം എത്രയാന്ന് നിങ്ങൾക്ക് അറിയോ? ഏകദേശം 30 സെന്റിമീറ്റർ വരെ നീളമുള്ള മസിലാണ് നമ്മളുടെ തൊടയിലുള്ളത്. ആ മസിലിന്റെ അകത്തുള്ള ഒരു മസിൽ സെല്ലിന്റെ, ഒരു മസിൽ ഫൈബറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മസിൽ ഫൈബർ. ഇനി ഈ ഒരു മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ ഫൈബറിന്റെ വേറൊരു പേരാണ് മസിൽ സെല്ല്. ഓക്കെ, അപ്പൊ ഈ ഒരു മസിൽ സെല്ലിനെ ഞാന് ഇങ്ങോട്ടേക്ക് മാറ്റി കാണിക്കുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താ? ഒരു മസിൽ ഫൈബർ ആണ്. മസിൽ ഫൈബർ എന്ന് പറഞ്ഞാൽ മസിൽ സെൽ എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ ഇവിടെ താഴെ കാണുന്നത് ഒരു സിംഗിൾ മസിൽ ഫൈബർ ആണ്. അതായത് ഈ സ്കെലിറ്റൽ മസിൽസിന്റെ അകത്ത് നിന്ന് നമുക്ക് കുറെ ബണ്ടിൽസ് കണ്ടില്ലേ? ആ ബണ്ടിലിന്റെ പേരാണ് മസിൽ ഫാസിക്കിൾ അല്ലെങ്കിൽ മസിൽ ബണ്ടില്. ആ ബണ്ടിലിന്റെ അകത്ത് ഒരുപാട് ബണ്ടിൽസ് കണ്ടില്ലേ? ആ ബണ്ടിലിന്റെ അകത്തുള്ള ഒരു ബണ്ടിലിന്റെ പേരാണ്, അല്ലെങ്കിൽ ഒരാളുടെ പേരാണ് മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെല്ല്. ഈ ഒരു മസിൽ സെല്ലിനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചിട്ടുള്ളത്, വലുതാക്കി ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ മസിലില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുറെ ബണ്ടിൽസ് കാണാൻ പറ്റൂലേ? ദാറ്റ് ഈസ് കോൾഡ് മസിൽ ബണ്ടിൽസ്. ഈ മസിൽ ബണ്ടിൽസിനെ എല്ലാം കവർ ചെയ്തുകൊണ്ട്
ഈ മസിൽ ബണ്ടിനെ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ആ കണക്റ്റീവ് ടിഷ്യൂവിന്റെ പേരാണ് ഇതാണല്ലോ ആ കണക്റ്റീവ് ടിഷ്യൂ. ആ കണക്റ്റീവ് ടിഷ്യൂവിന്റെ പേരാണ് ഫാഷിയ. സോ വാട്ട് ഈസ് ഫാഷിയ? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഒരു കൊളാജിനസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. കൊളാജിനസ് ആയിട്ടുള്ള കണ്ടെയ്ൻസ് കൊളാജൻ അല്ലെ? കൊളാജിനസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്തിനെ കവർ ചെയ്യുന്നത്? മസിൽ ബണ്ടിൽസിനെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. സോ ദാറ്റ് കൊളാജിനസ് കണക്റ്റീവ് ടിഷ്യൂ ഈസ് കോൾഡ് ഫാഷിയ. ഓക്കെ, അപ്പൊ ഫാഷിയ കൊണ്ടാണ് എല്ലാ മസിൽസിന്റെ മൊത്തത്തിൽ ഈ മസിൽസിനെ എല്ലാം കൂടെ കവർ ചെയ്തത് ഈ ഫാഷിയ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്തുള്ള ബണ്ടിൽസ് ആണ് മസിൽ ബണ്ടിൽസ്. മസിൽ ബണ്ടിലിന്റെ അകത്തുള്ള സ്ട്രക്ചർ ആണ് മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെല്ല്. ഈ മസിൽ ഫൈബറിനെയാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരു മസിൽ ഫൈബർ എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ഒരു സെല്ലാണ് അല്ലെ? നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു സെല്ല് വരയ്ക്കുക? ഇങ്ങനെയല്ലേ നമ്മൾ ഒരു സെല്ല് വരയ്ക്കുക? ഈ സെല്ലിന്റെ അകത്ത് ഒരു പ്ലാസ്മ മെംബ്രെയിൻ നിങ്ങൾ സാധാരണ വരയ്ക്കുമ്പോൾ ഉണ്ടാവാറില്ലേ? പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ കാണാറുണ്ട്. അതേപോലെ സൈറ്റോപ്ലാസം, നിങ്ങൾക്ക് ഒരു സെല്ലിന് സൈറ്റോപ്ലാസം ഉണ്ടാവാറില്ലേ? സാധാരണ സെല്ലിന് സൈറ്റോപ്ലാസം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സെൽ ഓർഗനലായിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ ഒരു സെല്ലിന് ഉണ്ടാവാറുണ്ടല്ലോ. അതേപോലെ ഒരു സെല്ലല്ലേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത്? മസിലിന്റെ ഒരു സെല്ലാണ്, ഒരു മസിൽ സെല്ലാണ് ഞാൻ ഇവിടെ വരച്ചത്. ആ മസിൽ സെല്ലിന്റെ ഷേപ്പ് എങ്ങനെയാണ്? സിലിണ്ട്രിക്കൽ ആണ് എന്നുള്ളൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. മാത്രമല്ല മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉള്ള ആളാണ്. ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. നോക്ക്, ഏതൊരു സെല്ല് പോലെയും മസിൽ സെല്ലിനും പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവുമല്ലോ. അയാളുടെ പ്ലാസ്മ മെംബ്രെയിനെയാണ് നമ്മൾ സാർക്കോലെമ്മ എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് സാർക്കോലെമ്മ? പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് എ മസിൽ സെൽ. ഓക്കെ, ഇനി ഏതൊരു സെല്ലിന്റെ അകത്തും സൈറ്റോപ്ലാസം ഉണ്ടല്ലോ. ഈ പറയുന്ന മസിൽ സെല്ലിന്റെ അകത്തും സൈറ്റോപ്ലാസം ഉണ്ട്. ഇയാളുടെ സൈറ്റോപ്ലാസത്തിനെയാണ് നമ്മൾ സാർക്കോപ്ലാസം എന്ന് വിളിക്കുക. അപ്പൊ സാർക്കോ എന്ന് പറഞ്ഞാൽ അർത്ഥം ഫ്ലഷ്, ഇറച്ചി എന്നാണ് അർത്ഥം. അപ്പൊ സാർക്കോ അല്ലെങ്കിൽ മയോ എന്നൊക്കെ റെഫർ ചെയ്യുന്നത് മസിലുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. ഓക്കെ, ഇനി ഏതൊരു സെല്ലും പോലെ മസിൽസിന്റെ അകത്തും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. മസിൽസിന്റെ അകത്തുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് നമ്മൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാ. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഈ സ്ട്രക്ചറിൽ നോക്കാം. അപ്പൊ നോക്ക്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്ലാസ്മ മെംബ്രെയിൻ. നോക്ക്, ഈ മസിൽ സെല്ല് ഇതാണല്ലോ ടോട്ടൽ മസിൽ സെല്ല്. ഈ മസിൽ സെല്ലിന്റെ മെംബ്രെയിൻ ആണ് ഈ കാണുന്ന മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് മസിൽ സെൽ, ഇറ്റ് ഈസ് കോൾഡ് സാർക്കോലെമ്മ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കാണുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് എ മസിൽ സെൽ, ഇറ്റ് ഈസ് കോൾഡ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ കാണാനുള്ളത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടു. ഇനി ഈ കാണുന്ന സൈറ്റോപ്ലാസം ഉണ്ടല്ലോ, ഈ മസിൽസിന്റെ ഉള്ളിലൊക്കെ കാണുന്ന സൈറ്റോപ്ലാസം, ഇറ്റ് ഈസ് കോൾഡ് സാർക്കോപ്ലാസം. അപ്പൊ അത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ മസിൽ സെല്ലിന്റെ പ്രത്യേകതയാണ് ഇവരുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടല്ലോ. ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അകത്ത്, ഇതാണല്ലോ ഇവരുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിന്റെ അകത്ത് നമുക്ക് ഒരുപാട് കാൽഷ്യം അയോൺസ് നമുക്ക് കാണാൻ പറ്റും. എക്സസീവ് ആയിട്ടുള്ള കാൽഷ്യം അയോൺസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ നമ്മൾ വിളിക്കും സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. എന്താ വിളിക്കുക? സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ്. അപ്പൊ ആരാണ് സ്റ്റോർ ഹൗസ് ഓഫ് കാൽഷ്യം അയോൺസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് ചോദിച്ചാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് മസിൽ സെല്ലാണ്. ക്ലിയർ അല്ലേ? അപ്പം മസിൽ സെല്ലിന്റെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇറ്റ് കണ്ടെയ്ൻ എക്സസീവ് എമൗണ്ട് ഓഫ് കാൽഷ്യം അയോൺസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സാധാരണ
സ്കെലിറ്റൽ മസിലിന്റെ ഒരു ഇൻഡിവിജ്വൽ സെല്ലിനെ കണ്ടു. ഒരു ഇൻഡിവിജ്വൽ സെല്ല് എന്ന് പറഞ്ഞാല് ഇതാണ് ഒരു ഇൻഡിവിജ്വൽ മസിൽ സെല്ല്. ഓക്കെ, ഈ മസിൽ സെല്ലിലും ഒരുപാട് ബണ്ടിൽസ് ഇതുപോലെ അടുക്കി വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഒരുപാട് ബണ്ടിൽസ് അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബണ്ടിലിനെയാണ് കുട്ടികളെ എന്തെന്ന് വിളിക്കുക? മയോഫൈബ്രിൽ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? മയോഫൈബ്രിൽ. ഈ മയോഫൈബ്രിൽ ഒരു മയോഫൈബ്രിലിനെ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഒരു മയോഫൈബ്രിലിനെ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഈ മയോഫൈബ്രിലിന്റെ അകത്ത് ഇവിടെയാണ് നമുക്ക് തിക്ക് ഫിലമെന്റ് കാണാൻ പറ്റുക. ഞാൻ ചിത്രത്തിൽ കാണിച്ചുതരാം. ഇതാണ് തിക്ക് ഫിലമെന്റ്. കണ്ടോ? ഈ നീല കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ദേ ആർ തിക്ക് ഫിലമെന്റ്. ആരാണ് ഈ തിക്ക് ഫിലമെന്റ് എന്ന് പറയുന്നത്? ദേ ആർ മയോസിൻ ഫിലമെന്റ്. മയോസിൻ ഫിലമെന്റിനെ അല്ലേ നമ്മൾ തിക്ക് ഫിലമെന്റ് എന്ന് പറയാ. നമ്മൾ എന്തായാലും ഇനി പഠിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? തിക്ക് ഫിലമെന്റ് കാണാൻ പറ്റും. നത്തിങ് ബട്ട് മയോസിൻ. ഇനി ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് തിൻ ഫിലമെന്റ്. തിൻ ഫിലമെന്റ് എന്ന് പറയുന്നത് ആരാണ്? ആക്റ്റിൻ ഫിലമെന്റ് ആണ്. ഓക്കെ, ആക്റ്റിൻ ഫിലമെന്റ് ആണ്. അപ്പം ഈ ഒരു ബണ്ടിലാണല്ലോ മയോഫൈബ്രിൽ എന്ന് പറയുന്നത്. ഇതൊരു മയോഫൈബ്രിലാണ്, ഇതൊരു മയോഫൈബ്രിലാണ്, ഇതൊരു മയോഫൈബ്രിലാണ്, ഇങ്ങനെ മയോഫൈബ്രിൽ. ഈ ഒരു മയോഫൈബ്രില് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാല് തിക്ക് ആൻഡ് തിൻ ഫിലമെന്റ്സ്. ഈ തിക്ക് ആൻഡ് തിൻ ഫിലമെന്റ്സിനെയാണ് നമ്മൾ മയോഫിലമെന്റ്സ് എന്ന് പറയുക. സോ വാട്ട് ഈസ് മയോഫിലമെന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? നമ്മൾ പറയണം തിക്ക് ഫിലമെന്റ് ആൻഡ് തിൻ ഫിലമെന്റ്സിനെയാണ് നമ്മൾ മയോഫിലമെന്റ് എന്ന് പറയുക. അപ്പൊ ഞാൻ ഇതൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒരു സ്കെലിറ്റൽ മസില് ഇനി നിങ്ങൾ നോക്കണേ, ഈ ഫ്ലോ ഡയഗ്രാം നിങ്ങൾ ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പിന്നെ മനസ്സിലാവും. അപ്പോ പരീക്ഷയ്ക്കൊന്നും നിങ്ങൾക്ക് പിന്നെ മാറിപ്പോവില്ല. ഒരു മസിൽ, ഒരു സ്കെലിറ്റൽ മസിൽ, അതിനെ നമ്മൾ മുറിച്ചു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? മസിൽ ഫാസിക്കിൾ, മസിൽ ബണ്ടിൽസ്. ആ ടോട്ടൽ സ്കെലിറ്റൽ മസിൽസിനെ കവർ ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ ആണ്, കൊളാജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ഫാഷിയ. അത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി അവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് കുറെ ബണ്ടിൽസ് ഉണ്ടാവും. ഈ അകത്തുള്ള ബണ്ടിൽസ് ഉണ്ട്. ഈ ബണ്ടിൽസ്, ഈ പുറത്തേക്ക് എടുത്ത ഒരു ബണ്ടിലിന്റെ പേരാണ് മസിൽ ഫാസിക്കിൾ. ഓക്കെ, ആ ഫാസിക്കിളിന്റെ അകത്തും ഒരുപാട് ബണ്ടിൽ ഉണ്ടാവും. അതാണ് ഒരു മസിൽ സെൽ. ദാറ്റ് ഈസ് കോൾഡ് എ മസിൽ ഫൈബർ. ഓക്കെ, ഇനി ഒരു മസിൽ ഫൈബറിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് മയോ ഫൈബറിൽ. അപ്പൊ മസിൽ ഫൈബർ കഴിഞ്ഞിട്ട് ആരാ? മയോ ഫൈബറിൽ. ആ മയോ ഫൈബറിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മെയ്ഡപ്പ് ഓഫ് തിക്ക് ആൻഡ് തിൻ ഫിലമെന്റ്സ്, അതായത് പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോ അടുത്തത് ആരാണ്? ദേ ആർ കോൾഡ് മയോഫിലമെന്റ്സ്. മയോഫിലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ്സ് ആണ്. അപ്പൊ ഇതാണ് ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. സ്കെലിറ്റൽ മസിൽ, ദെൻ ഫാസിക്കിൾ, ദെൻ മസിൽ സെല്ല് അല്ലെങ്കിൽ മസിൽ ഫൈബർ, ദെൻ മയോഫൈബ്രിൽസ്. മയോഫൈബ്രിൽസിന്റെയും അകത്താണ് മസിൽ ഫിലമെന്റ്സ് ആയിട്ടുള്ള മയോസിൻ ആൻഡ് ആക്റ്റിൻ വരുന്നത്. ഇതാണ് സയന്റിഫിക്കലി അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നിങ്ങളുടെ NCERT-യിൽ ആക്റ്റിനെയും മയോസിനെയും പരിചയപ്പെടുത്തുന്ന സമയത്ത് അവരെ മയോഫൈബ്രിൽസ് ഓർ മയോഫിലമെന്റ്സ് എന്നാണ് പറയുന്നത്. മയോഫൈബ്രിൽസും മയോഫിലമെന്റ്സും വ്യത്യാസമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. ആക്ച്വലി അങ്ങനെയാണോ? അല്ല. മയോഫൈബ്രിൽസ് ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ മയോഫൈബ്രിൽസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മയോഫിലമെന്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, അല്ലെങ്കിൽ മയോഫിലമെന്റ്സ്, അതായത് ആക്റ്റിൻ ഫിലമെന്റ്സിന്റെയും മയോസിൻ ഫിലമെന്റിന്റെയും ബണ്ടിലിന്റെ പേരാണ് മയോഫൈബ്രിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, നമ്മളുടെ സ്കെലിറ്റൽ മസിൽസിന് സ്ട്രയേഷൻസ് ഉണ്ടെന്ന് പഠിച്ചല്ലോ. ആ സ്ട്രയേഷൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സ്ട്രയേഷൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവിടെ നോക്ക്, ഇവിടെ തിക്ക് ഫിലമെന്റ് ആയിട്ടുള്ള മയോസിൻ അടുക്കി വെച്ചിട്ടുണ്ട്, ആൻഡ് തിൻ ഫിലമെന്റ് ആയിട്ടുള്ള ആക്റ്റിൻ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു മസിൽ സെല്ലിനെ നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തിക്ക് ഫിലമെന്റ് കാണാൻ പറ്റും, ഇവിടെ തിൻ ഫിലമെന്റ് കാണാൻ പറ്റും, അതിന്റെ തൊട്ടടുത്ത് തിക്ക് ഫിലമെന്റ് കാണാൻ പറ്റും. എങ്ങനെയെന്നറിയോ? ഞാൻ വരച്ച് കാണിച്ചു തരാം. ഒരു മസിൽ സെല്ല് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിക്കായിട്ടുള്ള, ഇതൊരു മസിൽ സെല്ലാണ് സങ്കല്പിച്ചോ. ഓക്കെ, ഇതുപോലെ തിക്കായിട്ടുള്ള ഫിലമെന്റ് ഉണ്ടാവും. അതിന്റെ തൊട്ടടുത്തായിട്ട് ആരാ ഉണ്ടാവുക? തിന്നായിട്ടുള്ള ഫിലമെന്റ് ഉണ്ടാവുക. ഇനി അടുത്തത് അതിന്റെ അവിടെ ആരാ ഉണ്ടാവുക? തിക്കായിട്ടുള്ള ഫിലമെന്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് ആരാ അവിടെ ഉണ്ടാവുക? ഇനി തിന്നായിട്ടുള്ള ഫിലമെന്റ് ആണ് അടുത്തത് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് ആരാ ഉണ്ടാവുക?
തിക്കായിട്ടുള്ള ഫിലമെന്റ് ആണ് ഉണ്ടാവുക. അപ്പം ഓൾട്ടർനേറ്റ് ആയിട്ട് തിക്ക് ആൻഡ് തിൻ ഫിലമെന്റ്സ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ തിക്ക് ഫിലമെന്റ്സ് ഉള്ള ഈ ഒരു റീജിയൻ, ഈ ഒരു തിക്ക് ഫിലമെന്റ് ഉള്ള റീജിയൻ എന്ന് പറയുന്നത് എന്ത് കളറാണ് ഉണ്ടാവുക? ഡാർക്ക് റീജിയൻ അല്ലേ ഉണ്ടാവുക? ഡാർക്ക് റീജിയൻ ആണ് ഉണ്ടാവുക. ഇനി തിന്നായിട്ടുള്ള ഫിലമെന്റ് ഉള്ള ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്ത് കളറാണ് ഉണ്ടാവുക? എന്ത് റീജിയൻ ആയിരിക്കും? ലൈറ്റർ റീജിയൻ ആയിരിക്കും ഉണ്ടാവുക. സോ ആൾട്ടർനേറ്റ് ഡാർക്ക് ലൈറ്റ്, ഡാർക്ക് ലൈറ്റ്, ഡാർക്ക് ലൈറ്റ്, ഇങ്ങനെ മസിൽ സെല്ലിന്റെ അകത്ത് വരുന്നത് കൊണ്ടാണ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് സ്ട്രയേഷൻസ്. അത് സ്ട്രയേഷൻസ് പോലെ തോന്നാൻ കാരണം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ ആണോ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആക്റ്റിൻ ഫിലമെന്റ്സും മയോസിൻ ഫിലമെന്റ്സും എങ്ങനെയാണ് അകത്ത് അടുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മയോസിൻ ഫിലമെന്റ്, തിക്ക് ഫിലമെന്റ് ആയിട്ടുള്ള മയോസിൻ ഫിലമെന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ദിസ് ഈസ് മയോസിൻ ഫിലമെന്റ്. ഇതാണ് മയോസിൻ ഫിലമെന്റ്. ഓക്കെ, ഇയാളാണ് നമ്മളുടെ തിക്ക് ഫിലമെന്റ്. ഓക്കെ, ഇനി അതിന്റെ മുകളിലായിട്ട്, അതായത് അതിന്റെ അടുത്തൊരു തിന്നായിട്ടുള്ള ഒരു ഫിലമെന്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ദിസ് ഈസ് അവർ ആക്റ്റിൻ ഫിലമെന്റ്. ആക്റ്റിൻ ഫിലമെന്റ് ആണ് നമ്മളുടെ തിന്നായിട്ടുള്ള ഫിലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്കെലിറ്റൽ മസിൽസ് സ്ട്രയേറ്റഡ് ആയത് എന്ന് മനസ്സിലായല്ലോ. തിക്ക് തിന്ന് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് സ്ട്രയേഷൻസ് അപ്പിയർ ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇനി പണ്ടത്തെ മൈക്രോസ്കോപ്പിസ്റ്റുകൾ സ്കെലിറ്റൽ മസിൽസിനെ നമ്മളുടെ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിലൂടെ നോക്കി. മൈക്രോസ്കോപ്പിന്റെ അണ്ടറിലൂടെ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ, മൈക്രോസ്കോപ്പിന്റെ ഒരു ഗ്ലാസ് ഇവിടെ ഉണ്ടാവും. മൈക്രോസ്കോപ്പിന്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഒരു മസിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തു, ഒരു മസിലിന്റെ ഒരു കഷ്ണം വെച്ചു. ആൻഡ് താഴത്ത് നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്, ശരിയല്ലേ? ലൈറ്റ് ഇതാ താഴത്ത് നിന്ന് മുകളിലേക്ക് വരും. എന്നിട്ട് അതായത് നമ്മൾ ഒരു സ്ലൈഡിൽ മസിൽ വെച്ചു, താഴത്തു നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്, ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പൊ പണ്ടത്തെ മൈക്രോസ്കോപ്പിസ്റ്റുകൾ ഈ മസിൽ ഫൈബറിനെ, അതായത് സ്കെലിറ്റൽ മസിലിനെ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യായിരുന്നു. അപ്പൊ അവർ ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്ക്. അപ്പം 2 ഫിലമെന്റ് ആണല്ലോ സ്കെലിറ്റൽ മസിലിനുള്ളത്, 2 ഫിലമെന്റ്സ് ആണുള്ളത്. അപ്പൊ ബാക്കിലൂടെ ലൈറ്റ് വരുന്നുണ്ട് അല്ലെ? ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് താഴത്ത് നിന്ന് ലൈറ്റ് മുകളിലേക്ക് വരുന്നുണ്ട്. ഈ ലൈറ്റ് കടന്നു പോയതിന് ശേഷമാണ്, മുകളിലൂടെയാണല്ലോ നമ്മൾ നോക്കുന്നത്, ഈ ലൈറ്റ് കടന്നു പോയതിന് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ പിന്നിൽ നിന്നും ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുകയാണ്, അപ്പൊ കാണുന്ന ആ മസിലിന്റെ ചിത്രമാണ് ഇതെന്ന് വിചാരിച്ചോ, അല്ലെ? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്, അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ബാക്കിൽ നിന്ന് ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്, ഞാൻ ഇവിടെ 2 റീജിയൻസ് കാണിക്കാം. ഈ റീജിയന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ അകത്ത് തിൻ ഫിലമെന്റ് ആയിട്ടുള്ള ആക്റ്റിൻ മാത്രമേ ഉള്ളൂ. എന്താ ഈ റീജിയന്റെ പ്രത്യേകത? ഇവിടെ തിക്ക് ഫിലമെന്റ് ആണുള്ളത്. നോക്കടാ, തിക്ക് ഫിലമെന്റിന്റെ ഉള്ളിലൂടെയാണോ അതോ തിൻ ഫിലമെന്റിന്റെ അകത്ത് കൂടെയാണോ ലൈറ്റ് കൂടുതലായിട്ട് കടക്കുക? അല്ലെങ്കിൽ ഡാർക്കർ റീജിയൻ എവിടെയായിരിക്കും ഉണ്ടാവുക? ലൈറ്റ് കുറവ് കടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും തിക്ക് റീജിയനിലൂടെ ലൈറ്റ് കുറവല്ലേ വരുള്ളൂ. എക്സാക്ട്ലി. അപ്പൊ നോക്ക്, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്കർ റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയൻ ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ കൂടെ നോക്കുന്ന സമയത്ത് ഡാർക്ക് റീജിയൻ ആയിരിക്കും. ഓക്കെ, ഡാർക്ക് റീജിയൻ ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നതോ, അതായത് ഞാനിപ്പോ ഈ കാണിക്കുന്ന ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്ത് റീജിയൻ ആയിരിക്കും? ലൈറ്റർ റീജിയൻ ആയിരിക്കും അല്ലെ? കമ്പാരിറ്റീവ്ലി ലൈറ്റർ റീജിയൻ ആയിരിക്കും ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ലൈറ്റർ റീജിയൻ ആയിരിക്കും. എടാ, ഇത് ലൈറ്റർ റീജിയൻ ആവാനുള്ള കാരണം എന്താന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. എന്താ ലൈറ്റർ റീജിയൻ ആവാനുള്ള കാരണം എന്ന് പറയുന്നത്? കാരണം തിൻ ഫിലമെന്റ് ആയിട്ടുള്ള ആക്റ്റിൻ മാത്രമേ അവിടെ ഉള്ളൂ. ആക്റ്റിൻ ഫിലമെന്റ്സ് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പം അതിന്റെ അകത്തു കൂടെ ഒരുപാട് ലൈറ്റ് വരും. സോ ലൈറ്റർ റീജിയൻ ആയിരിക്കും.
എന്തുകൊണ്ടാണ് ഈ റീജിയൻ ഡാർക്കർ റീജിയൻ ആവാനുള്ള കാരണം? തിക്ക് ഫിലമെന്റ് ആയിട്ടുള്ള മയോസിൻ ഫിലമെന്റ് ഉള്ള സ്ഥലമാണ്. ലൈറ്റ് കുറവേ വരുള്ളൂ മൈക്രോസ്കോപ്പിലൂടെ. സോ അത് എന്ത് റീജിയൻ ആയിരിക്കും? ഡാർക്കർ റീജിയൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ. ഇനി നോക്ക്, ഇനി ഈ ഡാർക്കർ റീജിയൻ തന്നെ നിങ്ങൾ എടുക്ക്. ഈ ഡാർക്കർ റീജിയനിൽ തന്നെ ഇതാണല്ലോ നമ്മളുടെ ഡാർക്കർ റീജിയൻ. ഈ ഡാർക്കർ റീജിയനിൽ തന്നെ ഇവിടെ മയോസിന്റെ തിക്ക് ഫിലമെന്റ് വരുന്ന റീജിയൻ ഉണ്ട് അല്ലെ? ഇവിടെയൊക്കെ മയോസിന്റെ തിക്ക് ഫിലമെന്റ് വരുന്നുണ്ട്, മയോസിൻ ഫിലമെന്റ് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്ത് ആക്റ്റിൻ കുറച്ച് കയറി നിൽക്കുന്നുണ്ടല്ലോ അല്ലെ? ആക്റ്റിൻ കുറച്ച് കയറി നിൽക്കുന്നുണ്ടല്ലോ. അതായത് ഈ ഒരു ഡാർക്കർ റീജിയൻ ഉണ്ടല്ലോ, ആ ഡാർക്കർ റീജിയനിലേക്ക് കുറച്ച് ഭാഗത്തേക്ക് ആക്റ്റിൻ കയറി നിൽക്കുന്നില്ലേ? ഇത്രയും ഭാഗത്ത് ആക്റ്റിൻ കയറി നിൽക്കുന്നില്ലേ? അപ്പോ ഇപ്പൊ ഈ ഒരു റീജിയൻ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്റ്റിനും ഉണ്ട്, തിക്ക് ഫിലമെന്റ് ആയിട്ടുള്ള മയോസിനും ഉണ്ട് ആൻഡ് ആക്റ്റിനും ഉണ്ട്. അപ്പൊ ആക്റ്റിനും മയോസിനും കൂടെ രണ്ടും കൂടെ അടുത്ത് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ഡാർക്കർ റീജിയൻ ആവൂലേ? അവിടെ കുറച്ചും കൂടെ ഇരുണ്ട റീജിയൻ ആവൂലേ? അതേപോലെ തന്നെ ഇവിടെയും ആക്റ്റിനും മയോസിനും ഇല്ലടാ. അപ്പൊ അവിടെയും കുറച്ചും കൂടെ ഇരുണ്ട റീജിയൻ ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ കുറച്ചും കൂടെ ഇരുണ്ട റീജിയൻ ആയിരിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ള റീജിയൻ ആണ്. ഈ റീജിയനിൽ ആക്റ്റിൻ മാത്രമേ ഉള്ളൂ. സോ ദേ ആർ ലൈറ്റർ റീജിയൻ. ഈ റീജിയനിൽ മയോസിൻ ആണുള്ളത്. സോ ദേ ആർ ഡാർക്കർ റീജിയൻ. ഇനി ഈ ഡാർക്കർ റീജിയനിൽ തന്നെ ഈ മയോസിൻ ഫിലമെന്റ്സിന്റെ ചില എഡ്ജുകളിൽ ആരും കയറി നിൽക്കുന്നുണ്ട്? ആക്റ്റിനും കൂടെ കയറി നിൽക്കുന്നുണ്ട്. സോ അവർ കുറച്ചും കൂടെ ഡാർക്ക് ആവൂലേ? ഇവരെ ഡാർക്ക്, അതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഡാർക്ക് ആവും ഇവരുടെ എഡ്ജ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. ഇനിയാണ് അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. പണ്ട് മൈക്രോസ്കോപ്പിസ്റ്റുകൾ സ്കെലിറ്റൽ മസിൽ ഒബ്സർവ് ചെയ്യുന്നു. സ്കെലിറ്റൽ മസിൽ ഒബ്സർവ് ചെയ്തപ്പം അവർക്ക് രണ്ട് റീജിയൻസ് കാണാൻ പറ്റി. ഒരു റീജിയൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ലൈറ്റർ റീജിയൻ. എന്താ ഈ റീജിയന്റെ പ്രത്യേകത എന്നറിയോ? ഈ റീജിയൻ, ഈ ഒരു ബാൻഡ് എന്ന് പറയുന്നത് ഒരേപോലെ ലിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപോലെയാണ് ലൈറ്റ്, എവിടെയും ഏറ്റക്കുറച്ചിലില്ല. ആ അർത്ഥത്തില് ഈ ഒരു റീജിയനെ അവര് പേരിട്ട് വിളിച്ചു ഒരുപോലെ ലൈറ്റ് ഉള്ള റീജിയൻ, കോൾഡ് ഐസോട്രോപിക് റീജിയൻ അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് എന്ന് വിളിച്ചു. ഐസോട്രോപിക് ബാൻഡിനെ ചെറുതാക്കിയിട്ടാണ് കുട്ടികളെ ഇപ്പൊ നമ്മള് ഐ ബാൻഡ് എന്ന് പറയാ. സോ അപ്പൊ ഇതെന്താണ്? ഇത് ഐ ബാൻഡ് ആണ്. എന്താ ഐ ബാൻഡിന്റെ പ്രത്യേകത? ഐ ബാൻഡിന്റെ അകത്ത് ഈവൻ ലൈറ്റ് ആണ്. അപ്പൊ ഐ ബാൻഡിന്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ആക്റ്റിൻ ഫിലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ പണ്ട് എന്തുകൊണ്ടാ പേരിടാനുള്ള കാരണം? ഈവൻ ലൈറ്റ് ആയതുകൊണ്ട് ഐസോട്രോപിക് ബാൻഡ് എന്ന് പേരിട്ടു. ഓക്കെ. ഇനി രണ്ടാമത്തെ ബാൻഡ് എന്ന് പറയുന്നത് നോക്ക്, ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് മയോസിൻ ഫിലമെന്റിന്റെ ഇത്രയും ലെങ്ത് ഉണ്ടല്ലോ, ഈ മയോസിൻ ഫിലമെന്റ് അടങ്ങുന്ന ആ റീജിയൺ ഓഫ് മസിലിനെ, ആ ഒരു ബാൻഡിനെ നമ്മൾ പേരിട്ട് വിളിച്ചു. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ആ റീജിയൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഡാർക്കർ റീജിയൻ, ഇവിടെ കുറച്ച് ലൈറ്റർ റീജിയൻ, ഇവിടെ കുറച്ച് ഡാർക്കർ റീജിയൻ. അപ്പം ഈ ഒരു ബാൻഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഡാർക്ക് ലൈറ്റ് അങ്ങനെ അൺഈവൻ ആയിട്ട് ലിറ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അൺഈവൻ ആയിട്ടുള്ള ലിറ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് ഐസോട്രോപിക് അല്ലാത്ത ഭാഗം, അതിനൊരു പേരിട്ട് വിളിച്ചു അൺഐസോട്രോപിക് ബാൻഡ്. അൺഐസോട്രോപിക് ബാൻഡ്. എന്താ ഇതിനെ നമ്മൾ വിളിക്കുക? എ ബാൻഡ് എന്നാണ് വിളിക്കുക. എ ബാൻഡ്. സോ ഐ ബാൻഡ് ഐസോട്രോപിക് ബാൻഡ്, എ ബാൻഡ് അൺഐസോട്രോപിക് ബാൻഡ്. ഇതെന്താ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഐ ബാൻഡിന്റെ അകത്ത് ആരാ ഉണ്ടാവുക? ഐ ബാൻഡിന്റെ അകത്ത് ഏത് ഫിലമെന്റ് ഉണ്ടാവുക? ആക്റ്റിൻ ഫിലമെന്റ് മാത്രമല്ലേ ഉണ്ടാവുക? ആക്റ്റിൻ ഫിലമെന്റ് ഓൺലി. എ ബാൻഡിന്റെ അകത്ത് ആരാ ഉണ്ടാവുക? എ ബാൻഡിന്റെ അകത്ത് നിങ്ങൾ നോക്ക്, എ ബാൻഡിന്റെ അകത്ത് കുറച്ച് റീജിയണിൽ ആക്റ്റിനും വരുന്നില്ലേ? അപ്പം മയോസിനും വരുന്നുണ്ട്, എ ബാൻഡിന്റെ അകത്ത് ആക്റ്റിനും വരുന്നുണ്ട്. ശരിയല്ലേ? സോ എ ബാൻഡ് കണ്ടെയ്ൻ
ആക്റ്റിൻ ആൻഡ് മയോസിൻ. ആക്റ്റിനും ഉണ്ടായിരിക്കും, മയോസിനും ഉണ്ടായിരിക്കും, ചില റീജിയണില് ആക്റ്റിനും ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഈ എ ബാൻഡ് ഇതാണല്ലോ നമ്മളുടെ എ ബാൻഡ്. ആ എ ബാൻഡിന്റെ അകത്ത് ആക്റ്റിനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇത്രയും ഭാഗം, ദാ ഇയാള് ഡാർക്കാണ്. ആക്റ്റിൻ ഇല്ലാത്ത മയോസിൻ മാത്രമുള്ള ഭാഗം എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഈ റീജിയൻ ഉണ്ടല്ലോ, എ ബാൻഡിന്റെ അകത്ത് മയോസിൻ മാത്രമുള്ള റീജിയൻ, അതിന് വേറെ ഒരു പേരുണ്ട്. ദാ എന്താണ്? എ ബാൻഡിന്റെ അകത്ത് മയോസിൻ മാത്രമുള്ള റീജിയൻ, ഈ റീജിയൻ എ ബാൻഡിന്റെ അകത്തുള്ള റീജിയൻ ഈസ് കോൾഡ് എച്ച് സോൺ. എച്ച്, ഈ എച്ച് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഹെല്ലി എന്ന് പറഞ്ഞ ജർമ്മൻ വേർഡിന്റെ അർത്ഥത്തിലാണ്. ഹെല്ലി എന്ന് പറഞ്ഞാല് ലൈറ്റ് എന്നാണ് അർത്ഥം. അപ്പൊ എ ബാൻഡിന്റെ അകത്തുള്ള ലൈറ്റർ ഏരിയ എന്നുള്ള അർത്ഥത്തിൽ ഹെല്ലി സോൺ, അതായത് എച്ച് സോൺ എന്ന് അങ്ങനെയാണ് പേരിട്ട് വിളിക്കുന്നത്. സോ എച്ച് സോണിന്റെ അകത്ത് ആരാണ് ഉണ്ടാവുക? മയോസിൻ ഓൺലി അല്ലേ? മയോസിൻ ഓൺലി ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ എച്ച് സോൺ എന്ന് പറയുന്നത്? സോ എന്താണ്? ഐ ബാൻഡിന്റെ അകത്ത് ആക്റ്റിൻ മാത്രം, എ ബാൻഡിന്റെ അകത്ത് മയോസിൻ, എഡ്ജിൽ ആക്റ്റിൻ കയറിയിരിക്കും. ആൻഡ് എ ബാൻഡിന്റെ അകത്ത് മയോസിൻ മാത്രമുള്ള ലൈറ്റർ റീജിയൻ, കമ്പാരിറ്റീവ്ലി ലൈറ്റർ റീജിയനെയാണ് നമ്മൾ എച്ച് സോൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മസിൽസിന്റെ അകത്ത് ഇതാണല്ലോ ആക്റ്റിൻ ഫിലമെന്റ്സ്. ഈ ആക്റ്റിൻ ഫിലമെന്റ്സിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സിക്സാഗ് ലൈക്ക് നമുക്ക് കാണാൻ പറ്റും. ആക്റ്റിൻ ഇതുപോലെ ഒരു പ്രോട്ടീൻ വെച്ചിട്ടാണ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒരുപാട് ആക്റ്റിൻ ഒരുമിച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുമ്പം ഇതിനെ നമ്മൾ ഒരു ലൈൻ പോലെയാണ് മൈക്രോസ്കോപ്പിൽ കാണുക. ഈ ലൈനിനെയാണ് നമ്മൾ സെഡ് ലൈൻ എന്ന് പറയുക. സോ വാട്ട് വി വിൽ കോൾ സെഡ് ലൈൻ. ഓക്കെ, ഇതിവിടെ മായ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിനെയാണ് നമ്മൾ ഇസെഡ് ലൈൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇസെഡ് എന്ന് പറയുന്നത്? ഈ ലൈൻ ആക്ച്വലി ഒരു ആക്ച്വൽ ലൈൻ അല്ല, സിഗ്സാഗ് ആയിട്ടാണ്. അപ്പൊ എങ്ങനെയാണ്? ആക്റ്റിൻ ഫിലമെന്റ്സിനെല്ലാം ഒരു പ്രോട്ടീൻ ആണ് കണക്ട് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ എല്ലാം മൈക്രോസ്കോപ്പിലൂടെ വരുന്ന സമയത്ത് അതൊരു ലൈന് പോലെ അപ്പിയർ ചെയ്യും. അപ്പൊ ഇവിടുത്തെ സെറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഇവിടെയും ഉണ്ട് ഒരു സെറ്റ് ലൈൻ, ഒരു സെറ്റ് ലൈൻ. അപ്പൊ ആക്റ്റിൻ ഫിലമെന്റ്സ് ഇവരെ കണക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മയോസിൻ ഫിലമെന്റ് പിന്നെ ഇവിടെ വെറുതെ ഇരിക്കുവോ? ഇല്ല. മയോസിൻ ഫിലമെന്റ്സും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മയോസിൻ ഫിലമെന്റ്സും തമ്മിൽ മസിൽസ് സോ മയോസിൻ ഫിലമെന്റ്സും തമ്മിൽ പ്രോട്ടീൻസ് വെച്ച് കണക്റ്റഡ് ആണ്. അപ്പം അവരെയും നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ഒരു ലൈന് കടന്നു പോകുന്നതായിട്ട് തോന്നും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് മിഡിൽ ലൈന് എന്നുള്ള അർത്ഥത്തില് എം ലൈന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? അപ്പൊ നോക്ക്, ഇതൊരു സെറ്റ് ലൈൻ കൂടിയാ പോകുന്നത്, ഐ ബാൻഡിലൂടെയാണ് സെറ്റ് ലൈന് പോകുന്നത്. ഇത് അടുത്ത സെറ്റ് ലൈന്. നോക്കടാ, രണ്ട് സെറ്റ് ലൈന്. ഇത് നോക്ക്, ഇത് ഒരു സെറ്റ് ലൈന് ദാ ഇവിടെ, ഇതൊരു സെറ്റ് ലൈന് ദാ ഇവിടെ. ഈ രണ്ട് സെറ്റ് ലൈനിന്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസ് കണ്ടോ? ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. വാട്ട് വി വിൽ കോൾ സാർക്കോമിയർ. സോ വാട്ട് ഈസ് സാർക്കോമിയർ? രണ്ട് സെറ്റ് ലൈനിന്റെ ഇടയിലുള്ള, ഇതൊരു സെറ്റ് ലൈന്, ഇതൊരു സെറ്റ് ലൈന്, രണ്ട് സെറ്റ് ലൈനിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് സാർക്കോമിയർ ഇമ്പോർട്ടന്റ് ആയതുള്ളതെന്ന് ചോദിച്ചാല്, ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ്, ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കൺട്രാക്ഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് സാർക്കോമിയറിനെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് കൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്? മസിലിന്റെ അകത്തുള്ള ആക്റ്റിൻ ഫിലമെന്റ്സോ മയോസിൻ ഫിലമെന്റ്സോ എന്ത് ചെയ്യുന്നില്ല? കൺട്രാക്ട് ചെയ്യുന്നില്ല. ആക്ച്വലി ഇത് എങ്ങനെയാ കൺട്രാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഈ മയോസിൻ ഫിലമെന്റ്, തിക്ക് ഫിലമെന്റ് ആയിട്ടുള്ള മയോസിൻ, ഓക്കെ,
ഈ മയോസിൻ ഫിലമെന്റ്സിന്റെ ഹെഡുകൾ ആക്റ്റിൻ ഫിലമെന്റ്സിനെ ഇങ്ങോട്ടേക്ക് സെന്ററിലേക്ക് എം ലൈനിലേക്ക് പിടിച്ച് വലിക്കുമ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്കിനി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ ആക്ച്വലി ആക്റ്റിൻ എന്ന് പറയുന്ന ഫിലമെന്റോ മയോസിൻ എന്ന് പറയുന്ന ഫിലമെന്റോ കൺട്രാക്ട് ചെയ്യുന്നില്ല. അപ്പോ ഈ അക്കോർഡിംഗ് ടു സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി, അത് നമ്മൾ എന്തായാലും പഠിക്കും. ആ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പ്രകാരം തിക്ക് ഫിലമെന്റ് ആയിട്ടുള്ള മയോസിന്റെ ഹെഡ് തിൻ ഫിലമെന്റിനെ പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് തിൻ ഫിലമെന്റ് ഈ സ്ലൈഡിങ് ഓവർ തിക്ക് ഫിലമെന്റ്. അങ്ങനെയാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ മസിൽ കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് കൺട്രാക്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ആക്റ്റിനോ മയോസിനോ അല്ല. എന്താണ്? രണ്ട് സെറ്റ് ലൈൻ ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. രണ്ട് സെറ്റ് ലൈനിന്റെ ഇടയിലുള്ള ആളെയാണ് എന്ത് നമ്മൾ വിളിക്കുക? സാർക്കോമിയർ. സോ സാർക്കോമിയർ ഈസ് ദ ഫണ്ടമെന്റൽ ഓർ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കൺട്രാക്ഷൻ. ക്ലിയർ ആണല്ലോ? അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് എന്താ ഇതുവരെ ഡിസ്കസ് ചെയ്തത്? പണ്ട് മൈക്രോസ്കോപ്പിസ്റ്റുകൾ മസിലിനെ നോക്കിയ സമയത്ത് ഈവൻ ആയിട്ട് ലൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ കണ്ടു. ദാറ്റ് ഈസ് കോൾഡ് ഈ ഐ ബാൻഡ്, ഐസോട്രോപിക് ബാൻഡ്. ഈവൻ അല്ലാത്തൊരു ഏരിയ കണ്ടു. ദാറ്റ് ഈസ് കോൾഡ് അൺഐസോട്രോപിക് ബാൻഡ്. അതിന്റെ എഡ്ജ് കൂടുതൽ ഡാർക്കർ ആണ്. ആൻഡ് അതിന്റെ നടുക്ക് ഭാഗത്ത്, മിഡിൽ ഭാഗത്ത് ലൈറ്റർ റീജിയൻ ആണ്. ആ റീജിയനാണ് നമ്മൾ എച്ച് സോൺ എന്ന് പറയുന്നത്. സോ ഐ ബാൻഡിന്റെ അകത്ത് ആരാ ഉണ്ടാവുക? ആക്റ്റിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എ ബാൻഡിന്റെ അകത്ത് ആരാ ഉണ്ടാവുക? ആക്റ്റിൻ ഉണ്ടാവും, മയോസിൻ ഉണ്ടാവും. എച്ച് സോണിന്റെ അകത്ത് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? മയോസിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആക്റ്റിനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് സെറ്റ് ലൈൻ. രണ്ട് സെറ്റ് ലൈനിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് സാർക്കോമിയർ. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പ്രകാരം സാർക്കോമിയർ ആണ് കൺട്രാക്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ്. ഇറ്റ് ഈസ് സോ സാർക്കോമിയർ ഈസ് കോൾഡ് ഫണ്ടമെന്റൽ ഓർ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കൺട്രാക്ഷൻ. അതുപോലെ തന്നെ നമ്മളുടെ മയോസിൻ ഫിലമെന്റ്സും തിക്ക് ഫിലമെന്റ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട്. സോ അവരും മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ഒരു ലൈന് കാണാൻ പറ്റും. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് എം ലൈൻ, മിഡിൽ ലൈൻ എന്നുള്ള അർത്ഥത്തിലാണത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ പഠിച്ചത്. അത് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ NCERT കൊടുത്തൊരു ചിത്രമുണ്ട്. ഇത് എന്താണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? സ്കെലിറ്റൽ മസിൽ ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ചതാണ്. ഓക്കെ, അപ്പൊ ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഈ ഒരു റീജിയൻ നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇതാണ് ഐ ബാൻഡ്. ആക്റ്റിൻ മാത്രമുള്ള ബാൻഡ്, ഭയങ്കര ഡാർക്കർ റീജിയൻ ആണ്. ഓക്കെ, ഈ ഒരു റീജിയൻ ആണ് എ ബാൻഡ്. എ ബാൻഡിന്റെ ഈ എഡ്ജ് എന്ന് പറയുന്നത്, ഈ രണ്ട് എഡ്ജ് എന്ന് പറയുന്നത് ഡാർക്കർ റീജിയൻ ആയിരിക്കും. കാരണം എന്താ? ഇവിടെ ആക്റ്റിനും മയോസിനും ഓവർലാപ്പ് ചെയ്യുന്ന റീജിയൻ ആണ്. ഓക്കെ, ഇനി അതിന്റെ നടുക്കുള്ള ഈ ഒരു ഭാഗമാണ് എച്ച് സോൺ. കാരണം എന്താ? അവിടെ ആക്റ്റിൻ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യുന്നില്ല, കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആയിരിക്കും. ഇനി ഐ ബാൻഡിന്റെ നടുക്കുകൂടെ മിഡിലൂടെ പാസ് ചെയ്യുന്ന സിഗ്സാഗ് ലൈനാണ് സെറ്റ് ലൈന്. ഓക്കെ, ദിസ് ഈസ് സെറ്റ് ലൈന്. രണ്ട് സെറ്റ് ലൈനിന്റെ ഇടയിലുള്ള ഇത്രയും സ്പേസ് ആണ് സാർക്കോമിയർ. മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ സാർക്കോമിയർ ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണല്ലോ എ ബാൻഡ്. ഈ എ ബാൻഡിന്റെ ഇടയിലാണല്ലോ എച്ച് സോണ്. അതിന്റെയും കൃത്യം നടുക്കായിട്ട് എം ലൈന് കടന്നു പോകുന്നുണ്ട്. സോ എം ലൈൻ എന്ന് പറയുന്നത് ഇതിലൂടെ കടന്നു പോകുന്ന ലൈനാണ്. ഈ കാണുന്ന ലൈനാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? എച്ച് സോണിന്റെ നടുക്ക് കൂടെ പോകുന്ന ഈ ലൈനാണ് എം ലൈന് എന്ന് പറയുന്നത്. അപ്പോ മസിലിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബാൻഡ്സും ഒക്കെ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഈ കോൺസെപ്റ്റുകളെല്ലാം അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ചാപ്റ്ററിന്റെ റിമൈനിങ് പാർട്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. Thanks for watching.